ഇന്ന് ഉള്ളിവട ഉണ്ടാക്കാം. അതിനപ്പോൾ 5 സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉള്ളിവടയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കണത് 3 പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മല്ലിയിലയാണ്. മല്ലിയില നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും മല്ലിയിലയും ഈ സവാളയും ഉപ്പൊക്കെ കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി തന്നെ ഇളക്കി. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ കൈ നീറുന്നുള്ളവർക്ക് നമുക്ക് ഗ്ലൗസ് ഇട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ച് നല്ല ബലത്തിൽ തന്നെ അത് ചെയ്ത് കൊടുക്കണം, നല്ല ഉടച്ചെടുക്കണം. എന്നിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിലത്തെ നീരൊക്കെ അങ്ങോട്ട് പോന്നിട്ട് നമുക്ക് ആ നീര് തന്നെയാണ് നമ്മൾ പൊടി ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ അതിൻ്റെ ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ റെസ്റ്റ് ചെയ്ത് എടുത്താണത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണ് മൈദയും 4 ടേബിൾ സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ചേർത്ത് നന്നായി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് ആക്കിയെടുക്കാം. അത് നന്നായി ചേർത്തതിന് ശേഷം വെളിച്ചെണ്ണ ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേഗം ആക്കിയെടുക്കാം. നമുക്ക് ചെറുതീയിൽ വെച്ച് ആക്കിയാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം കരിയും മറ്റേ ഭാഗങ്ങൾ ഉള്ളൊന്നും വേവാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് ചെയ്താൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉള്ളിവട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്